കേരളത്തിൽ ഒരുപാട് വിറ്റുപോകുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമാണ്. പ്രവർത്തകർക്ക് അത് വ്യക്തമായറിയാം. രാഷ്ട്രീയമാണ് വലിയ വിൽപ്പന ചരക്ക്. അതുകൊണ്ട് മനോരമയും മാതൃഭൂമിയും എല്ലാ പത്രങ്ങളുമൊക്കെ നിരന്തരം അവരുടെ സർക്കുലേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാനലുകളും അവരുടെ റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഓൺലൈൻ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റവുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ ശരി എന്താണ് നടക്കുന്നത്, ശരി ആര് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് മാനദണ്ഡം? നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്നത് ഫാക്ട് ചെക്ക് നോക്കി തിരിച്ചറിയാൻ പറ്റും. പക്ഷേ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും പിറ്റേ ദിവസം ചില പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ അല്ല നടന്നത് എന്ന് ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ്. അത് അങ്ങനെയല്ല നടന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന സംഘർഷമാകട്ടെ, നിയമസഭയിലെ ചർച്ചകളാകട്ടെ, നിയമസഭയിൽ വയ്ക്കുന്ന രേഖകളാകട്ടെ, ഇതൊക്കെ നമുക്കും എഴുത്തും വായനയും അറിയാവുന്നതുകൊണ്ട് നമുക്കും അവൈലബിൾ ആവുന്ന ഡോക്യുമെന്റ് ആണല്ലോ, പൊതുജന സമക്ഷം സമർപ്പിക്കുന്നതാണ്. ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളൊരു നിഗമനത്തിലെത്താം, അല്ലെങ്കിൽ നമ്മൾക്ക് കുറെ അറിവുകൾ കിട്ടും. പക്ഷേ പിറ്റേ ദിവസം പത്രം നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും അല്ല ശരി, ഇതാണ് ശരി എന്ന തരത്തിൽ വ്യാഖ്യാനമാണ്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ പിണറായി വിജയനെ വിടാതെ പിന്തുടരുകയാണ്. പിണറായി വിജയനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെയുള്ള സംഭാഷണം എന്താണ് ചരിത്രത്തിന്റെ ഭാഗമായി തീരുന്ന പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ തിരുത്തലുകൾ. എന്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമാ തോമസിനെ പോലും തിരുത്തിയില്ലേ? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെ പോലെ നടന്ന് കളിക്കരുത്, അവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞില്ലേ? അതൊക്കെ അവരുടെ അനുഭവത്തിന്റെ അറിവിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. പിണറായി വിജയൻ നിയമസഭയിൽ നുണകളാണ് പറയുന്നത്. പിണറായി വിജയൻ നിയമസഭയിൽ നിന്ന് ഈ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ആട്ടും തുപ്പും കേട്ട് തിരിച്ച് വീട്ടിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാർ നടപ്പിലാക്കി അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ആലോചിച്ചിരുന്ന പദ്ധതികൾ പലതും ആദ്യഘട്ടത്തിൽ തന്നെ ഓരോ പദ്ധതിക്കും ഓരോ പ്രപ്പോസലുകൾ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അത് പഠിക്കാൻ പറയുന്നത് സ്വാഭാവികമാണ്. അത് പഠിക്കുക, നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ പഠിച്ച നിർദ്ദേശങ്ങൾ വളരെ വേഗം സമർപ്പിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് മദ്യത്തിന്റെ നികുതി കുറച്ച കാര്യമാണ്. അത് കഴിഞ്ഞ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ മാസ്റ്ററുടെ കാലത്ത് ലഭിച്ച ഒരു പ്രപ്പോസൽ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണി പദ്ധതി തുടങ്ങി വെച്ചു എന്നാകുമോ? ഇടതുമുന്നണി തുടങ്ങി വെച്ചതാണ് ഇവർ UDF കൊണ്ടുപോകുന്നതെന്ന് വരുമോ? ഒരിക്കലും അങ്ങനെയാകില്ല. പഠിച്ചു, അത് മരവിപ്പിച്ചു, വേണ്ട എന്ന് തീരുമാനിച്ചു. അതിനുശേഷം എന്താണ് നടക്കുന്നത്? ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇരുട്ടി വെളുക്കുന്നതിന് മുന്നേ നികുതി വെട്ടിക്കുറച്ച് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള തീരുമാനവുമായി UDF സർക്കാർ മുന്നോട്ട് പോയില്ലേ? ഇവിടെ ശരിയായ കാര്യം എന്താണ്, ശരിയായ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മിനിമം ഒരു 5 പത്രം വായിക്കണം, അല്ലെങ്കിൽ സംഭവം നടക്കുന്നതിന് നമ്മൾ ദൃക്സാക്ഷികളാകണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ എന്ന ദുരന്തമാണ് പത്രവായനക്കാരും ടെലിവിഷൻ വ്യൂവേഴ്സും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും സത്യമായി പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ കാണിക്കണം. അല്ലാതെ ആരുടെയെങ്കിലും പക്ഷം പിടിച്ച് ഞാൻ പിണറായി വിരുദ്ധനാണ് അതുകൊണ്ട് പിണറായിക്ക് എതിരെ പറയുക, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് വിരുദ്ധനാണ് അതുകൊണ്ട് ഞാൻ CPM-നെ മാത്രം പറയുക, അതല്ല ശരി. ഞാൻ ഇപ്പോൾ പറയുന്ന വാർത്ത പോലും ഞാൻ നേരത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച മറ്റ് പല വാർത്തകളാണെങ്കിലും ഇലക്ഷൻ സമയത്ത് ഒരു പക്ഷേ എങ്കിൽ നമ്മളൊക്കെ ഏത് മുന്നണി വിജയിക്കണം എന്ന ഒരു ആഗ്രഹം കൊണ്ടൊക്കെ ചിലപ്പോൾ ആ മുന്നണിക്ക് അനുകൂലമായ രീതിയിലുള്ള വാർത്തകളൊക്കെ കൂടുതൽ കൊടുത്തെന്നിരിക്കാം. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെയും ശരി ഏതാണ്, ശരിയുടെ പക്ഷം ചേർന്ന് നിന്നാണ് വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പാർട്ടി എന്ന രീതിയിലല്ല. ഇപ്പോൾ പക്ഷേ നടക്കുന്നത് ഇടതുമുന്നണിയെ താറടിച്ച് കാണിക്കാൻ, അവർ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ, അതങ്ങനെ ശരിയാകും, അവർ അങ്ങനെ ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ ജനം നിങ്ങൾക്ക് അധികാരം തന്നത്. നിങ്ങൾ കയറിയിട്ട് അവരങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും, അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് പുതുമയാണ് ഈ സർക്കാരിനുള്ളത്, എന്ത് വിസ്മയമാണ് ഈ സർക്കാർ തീർക്കുന്നത് എന്ന് പറയാതിരിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല.